കേന്ദ്രത്തിൽ മലയാളികളായ രണ്ട് മന്ത്രിമാരുണ്ട്. ഒന്ന് ജോർജ് കുര്യനും മറ്റൊന്ന് സുരേഷ് ഗോപിയും. ഈ രണ്ട് മന്ത്രിമാരും കേന്ദ്ര ബജറ്റിന് ശേഷം കേരളത്തെ അപമാനിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ലല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. രണ്ട് മന്ത്രിമാരിൽ ഒരു മന്ത്രി പറഞ്ഞത് കേരളം ഇല്ലായ്മക്കാരാണ്, പിന്നാക്കക്കാരാണെന്ന് എഴുതി കാണിക്കൂ, നിങ്ങൾക്ക് യാതൊരു വികസനവുമില്ല, റോഡില്ല, തോടില്ല, വിദ്യാഭ്യാസ സംസ്കാരം ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സഹായം കിട്ടുമെന്ന് പറഞ്ഞതാരാണ്? BJP-യുടെ രാജ്യസഭാ MP ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി. മറ്റൊരാൾ സുരേഷ് ഗോപി പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് തരുന്നത് ആദ്യം നിങ്ങൾ നേരെ ചെലവഴിച്ചിട്ട് നിങ്ങൾ നിലവിളിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാനം ഉണർന്ന് പ്രതികരിച്ച് കഴിഞ്ഞു. ആ പ്രതികരണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. എന്താണ്? സുരേഷ് ഗോപി ഒരു വികാരജീവിയാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതുപോലൊരു വിവേകവും തൊട്ടു തീണ്ടാത്ത പൊട്ടനായ ഒരു മനുഷ്യനെ ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല. വികാരം മാത്രമേ ഉള്ളൂ, വിവേകം ലവലേശം തീണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മലയാളികൾ സംഘടിപ്പിച്ച BJP മലയാളി ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ മയൂർ വിഹാറിൽ പ്രസംഗിച്ചു. ആര്? സുരേഷ് ഗോപി, മന്ത്രി, കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപി പ്രസംഗിക്കാൻ പോയി. എങ്ങനെയാണ് പോയത്? പച്ച കുർത്തയൊക്കെ ഇട്ട് നല്ല വടിവത്ത മുണ്ടൊക്കെ എടുത്ത് വളരെ ഡൈയൊക്കെ ചെയ്ത് സുന്ദര സുമുഖനായി അദ്ദേഹം നടന്നു നീങ്ങി. നെഞ്ചിലൊരു താമരയൊക്കെ കുത്തി അഭിനവ മോദിയായി അദ്ദേഹം വേദിയിലെത്തി. വാ തുറന്നു. വിവരവും വിവേകവും ലവലേശവുമില്ല, വിവരക്കേട് വിളിച്ചു പറഞ്ഞു തുടങ്ങി. എന്താണ് വിളിച്ചു പറഞ്ഞത്? തലച്ചോറിൽ ഉറച്ചിരുന്ന ജാതീയ വിദ്വേഷങ്ങൾ, വംശീയ വിദ്വേഷങ്ങൾ അണമുറിയാതെ പറഞ്ഞു തുടങ്ങി. ഭരണഘടനാ ലംഘനമാണ് വിളിച്ചു പറഞ്ഞത് മുഴുവൻ. രാജ്യമൊന്നടങ്കം ഇയാൾക്കെതിരെ പ്രതിഷേധവും ഉയർന്നു തുടങ്ങി. പ്രതിപക്ഷം മാത്രമല്ല, സ്വന്തം പാർട്ടി തട്ടകത്തിൽ നിന്നും പ്രതിഷേധം ഉയർന്നു. പറഞ്ഞതെന്താണ്? രാജ്യത്തെ സാധാരണക്കാരെ, ഗോത്രവർഗക്കാരെ ഭരിക്കാൻ ബ്രാഹ്മണന്മാരെ നിയോഗിക്കണം. ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിയുള്ള ആളുകൾ, ബ്രാഹ്മണന്മാരും നായിഡുമാരുമൊക്കെ ഗോത്രവർഗക്കാരെ ഭരിക്കാൻ വരട്ടെ, എങ്കിൽ മാത്രമേ ഗോത്രവർഗം രക്ഷപ്പെടുകയുള്ളൂ. ഇത് കാലങ്ങൾക്ക് മുമ്പ് നടന്നതില്ലേ? ഗോത്രവർഗക്കാരെയും ആദിവാസികളെയും ഒക്കെ ബ്രാഹ്മണന്മാരും നായിഡുമാരും ഒക്കെ ഭരിച്ചത് കണ്ടല്ലോ. അവന്മാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണല്ലോ നമ്മുടെ ഇവിടെ ഐത്തോച്ചാടനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളുമൊക്കെ വന്നത്. ജന്മിത്വത്തിനെതിരെയും അടിമത്തത്തിനെതിരെയും നമ്മൾ സമരം ചെയ്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പൂണൂലിട്ടവരും ജാതി മേൽക്കോയ്മയുള്ളവരും ജാതിയിൽ വലിയവരുമൊക്കെ നമ്മളെ ഭരിച്ചത് കൊണ്ടാണ് നമ്മൾ സമരം ചെയ്തതും നമ്മൾ സ്വാതന്ത്ര്യം നേടിയതും. അതുപോലെ ഇയാൾ പറയുകയാണ്, ബ്രാഹ്മണന്മാർ വരട്ടെ, ബ്രാഹ്മണന്മാരും നായിഡുമാരും ഒക്കെ വന്ന് പിന്നാക്കക്കാരെ ഭരിക്കട്ടെ. ഇനി പിന്നാക്കക്കാരിൽ ഏതെങ്കിലും ഗുണമുള്ളവരുണ്ടെങ്കിൽ അവർ വന്ന് ബ്രാഹ്മണന്മാരെ ഭരിക്കട്ടെ. ഇത് കടുത്ത ജാതീയ വിദ്വേഷം, വംശീയ വെറി ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ എങ്ങനെ ഇരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ചാർന്നൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തോട് എന്തു പറയാനാണ്? ആര് തിരുത്താനാണ്? ഇദ്ദേഹം BJP-യിൽ ചേർന്നത് മുതൽ ഇദ്ദേഹം പഴയ SFI-കാരനാണ്, EK നായനാരുമായി അടുത്ത ബന്ധമാണ്, EK നായനാരുടെ വീട്ടുകാരുമായി അടുത്ത ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കുമെങ്കിലും കേരളീയനാണെന്ന് എന്ന് പറയാണ്ട ഒരു ക്വാളിറ്റിയും തൊട്ടു തീണ്ടാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി മാത്രമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. സാധാരണ BJP-കാർക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ വെറി ഇളകും, കലിപ്പിളകും. കാരണം അവർ പോലും ഇത്ര തരംതാണ തരത്തിൽ സംസാരിക്കുകയില്ല പൊതുവേദികളിൽ. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആ PS ശ്രീധരൻപിള്ളയൊക്കെ കണ്ടുപഠിക്കണം. ഗോവ ഗവർണർ, അദ്ദേഹം 250-ലധികം പുസ്തകം എഴുതി, എഴുത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ചു. അദ്ദേഹത്തിൻ്റെ പക്വതയുടെ 4-ൽ 1 അംശം എങ്കിലും ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് നന്നായെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. പോട്ട് കെ സുരേന്ദ്രൻ നാഴികയ്ക്ക് 40 വട്ടം വർഗീയതയും വിദ്വേഷമൊക്കെ വിളിച്ചു പറയുമെങ്കിലും ഇങ്ങനെ പോഴത്തരം അദ്ദേഹം വിളിച്ചു പറയാറില്ല. ഇനി ഏത് VV രാജേഷ്, തിരുവനന്തപുരത്തെ ഒരു ചോട്ടാ നേതാവാണ് VV രാജേഷ് ഇങ്ങനെ വിളിച്ചു പറയില്ല. മുമ്പൊരു സന്ദീപ് വാചസ്പതി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആലപ്പുഴ ഈസ്റ്റ് പ്രസിഡന്റാണ്. അദ്ദേഹം പോലും വിളിച്ചു പറയില്ല, ഇങ്ങനെയുള്ള പോഴത്തരം വിളിച്ചു പറയില്ല. ബ്രാഹ്മണന്മാർ വരട്ടെ ഗോത്രവർഗക്കാരെ രക്ഷിക്കാൻ. ആലോചിച്ച് നോക്കുക, ഗോത്രവർഗക്കാരും ആദിവാസികളും അടിമത്തം അനുഭവിച്ചത് ഇങ്ങനെ ബ്രാഹ്മണന്മാരും ആര്യന്മാരും അടിച്ചമർത്തിയത് കൊണ്ടാണ്. അതിനെതിരെ സമരം ചെയ്താണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയത്. ഇതൊക്കെ ചരിത്രമറിയാതെ, ചരിത്രം വായിക്കാതെ, വെറും അഭ്രപാളിയിലെ സൂപ്പർ സ്റ്റാർ പദവി മാത്രം വായിച്ച് ഏതെങ്കിലും തിരക്കഥാകൃത്ത് എഴുതി കൊടുക്കുന്ന 4-5 ഡയലോഗ് കാണാതെ പഠിച്ച് ജനങ്ങളുടെ ഇടയിൽ സ്റ്റാറായി മാറിയ സുരേഷ് ഗോപി എന്താണ് അവിടെയുള്ള സ്കൂൾ, നമ്മുടെ കൊല്ലത്ത് ഒരു സ്കൂളുണ്ട്, മൗണ്ട് കാർമലിനടുത്ത് ഇൻഫന്റ് ജീസസ്.
ആ സ്കൂളിൻ്റെ ഒരു എന്താണ് അവിടെ പഠിച്ച ഒരു പാരമ്പര്യം, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണ്, അവിടെ പഠിച്ചത് കൊണ്ട് മാത്രം കുറച്ച് ഇംഗ്ലീഷും തെറ്റില്ലാതെ സംസാരിക്കാൻ സുരേഷ് ഗോപിക്ക് അറിയാം. അപ്പോൾ ആ സ്കൂളിൻ്റെ പാരമ്പര്യമാണത്. അവിടെ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും എന്നതുകൊണ്ട് മാത്രം ഇദ്ദേഹം ഇംഗ്ലീഷ് പണ്ഡിതനുമല്ല, ചരിത്ര സംസ്കാരത്തിൽ യാതൊരു ബോധവുമില്ല എന്ന കാര്യം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് ഇയാൾ ഒരു വികാരജീവിയാണ്. നമ്മൾ സിനിമാക്കാരെ കുറിച്ച് പറയുമ്പോൾ സാക്ഷാൽ ഉമ്മറിനെ കുറിച്ചാണ്, ഉമ്മറിൻ്റെ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് പറയുന്നത് ഞാനൊരു വികാരജീവിയാണെന്ന്. ശരിക്കും മധു പറഞ്ഞു സുരേഷ് ഗോപി ഒരു വികാരജീവിയാണ്, വിവേകം തൊട്ടു തീണ്ടാത്ത ജീവിയാണ് എന്ന് ഉറപ്പിക്കുകയാണ് സുരേഷ് ഗോപി അയാളുടെ ഓരോരോ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. നാണക്കേടാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരും നാണം കെട്ട് മുഖം പൊത്തുകയാണ്, മുഖം കൂപ്പുകയാണ്, തല കുനിക്കുകയാണ് ഇയാളുടെ ഓരോ വാക്ക് കേട്ടും. ഇയാൾ നാണം കെടുത്തുകയാണ് കേരളത്തെ ആകെ തന്നെ.